നിങ്ങൾ രൺബീർ കപൂറിന്റെ അനിമൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി ഡബിളിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ പ്രധാനമായും കാണിക്കുന്നത് തന്റെ അച്ഛനായ അനിൽ കപൂർ കഥാപാത്രത്തിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ രൺബീർ കപൂറിന്റെ കഥാപാത്രം അതേ രൂപത്തിലുള്ള മറ്റൊരാളെ കണ്ടെത്തി ഒറിജിനൽ ആൾക്ക് പകരം വിടുന്ന സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു പരിപാടിയാണ് ബോഡി ഡബിളിംഗ് എന്ന് ആ സിനിമയിൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബോഡി ഡബിളിംഗ് യൂസ് ചെയ്യുന്നത് ശ്രദ്ധക്കുറവ്, അതുപോലെ ഉൽപാദനക്ഷമത ഇല്ലായ്മ എന്നിവയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായാണ്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയായിട്ടാണ് ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്. ഇത് മറ്റൊരാൾ നിങ്ങളുടെ സമീപത്തുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാഗ്രതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു ലോജിക്കിന്റെ പുറത്താണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. എന്നാൽ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ബോഡി ഡബിളിംഗ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. അതായത് രൺബീർ കപൂറിന്റെ അച്ഛനായ കഥാപാത്രം അനിൽ കപൂറിന്റെ കഥാപാത്രം ചെയ്ത പോലെയുള്ള പരിപാടി ചെയ്യുന്ന ആളുകൾ ഇന്നുമുണ്ട്. വലിയ ബിസിനസ് അധിപന്മാർ, പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ, അല്ലെങ്കിൽ കിമ്മിനെ പോലെയുള്ള ഏകാധിപതികൾ. ഓൾറെഡി കിം ഒരു പേടിത്തൊണ്ടനാണ്. തനിക്ക് ഒരുപാട് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് കിമ്മിന് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ താൻ കഴിക്കുന്ന ഭക്ഷണം പോലും മറ്റൊരാൾ കഴിച്ചതിന്റെ ബാക്കിയാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ 3-4 പേരോ കഴിച്ചതിന്റെ ബാക്കിയാണ്, അല്ലെങ്കിൽ എച്ചിൽ നിന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അയാൾ കഴിക്കുന്നത്. അത്രയും പേടിയാണ് അയാൾക്ക്. തന്റെ സ്വന്തം അമ്മാവൻ തനിക്കെതിരെ പടയൊരുക്കുന്നു എന്ന ഒരു ചെറിയൊരു സംശയത്തിന്റെ പേരിൽ അയാളെ കൊല്ലുകയും സ്വന്തം ചേട്ടനെ വകവരുത്തുകയും ചെയ്ത ആളാണ് ഇയാൾ. അതുപോലെ കോവിഡ് വന്നതിന്റെ പേരിൽ ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുക, അതുപോലെ മുതലക്കുളത്തിൽ ആളുകളെ ഇടുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ക്രൂരനായ ഭരണാധികാരിയാണ് കിം എന്ന്. എന്നാൽ ക്രൂരനായ ഭരണാധികാരിയാണ് എന്ന ഒരു സംസാരം പുറത്തുണ്ടെങ്കിലും സത്യത്തിൽ ഇയാൾ ഒരു പേടിത്തൊണ്ടനാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ബോഡി ഡബിളിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇയാളുടെ മുഖച്ഛായയോ അല്ലെങ്കിൽ രൂപസാദൃശ്യമോ ഉള്ള ആളെ പിടികൂടി കഴുകനെ വിട്ട് മുഖം കുത്തി പറിക്കുന്നത് കണ്ട് രസിക്കുന്നത് ആയിരുന്നു ഇയാളുടെ ഒരു പ്രധാന രീതി. വേണമെന്നില്ല. എന്നാൽ ഇപ്പോൾ കിമ്മണ്ണൻ തന്റെ രൂപസാദൃശ്യമുള്ള ആളുകളെ പിടികൂടി കൊല്ലാതെ അല്ലെങ്കിൽ ഉപദ്രവിക്കാതെ തനിക്ക് പകരം പൊതുപരിപാടികൾ പങ്കെടുക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് ബോഡി ഡബിളിംഗ് പോലെ തന്നെ കിമ്മണ്ണന്റെ പേര് വയ്ക്കാനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേര് വയ്ക്കാനോ സ്വന്തം ഇഷ്ടത്തിന് മുടി വെട്ടാനോ ആഘോഷിക്കാനോ ഒന്നും അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ അങ്ങനെ രൂപസാദൃശ്യമുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ഇതിനുപയോഗിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയുള്ളവർക്ക് TV കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കേട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. പിന്നീടാണ് മനസ്സിലായത് ആ TVയിൽ കിമ്മിന്റെ കുടുംബാംഗങ്ങളുടെയും ചരിത്രമാണ് കാണിക്കുക. പണ്ട് ജോസ് പ്രകാശ് സിനിമയിൽ പറഞ്ഞതുപോലെ സ്വന്തമായി മുതലകളെ വളർത്തുന്ന ആളാണ് ഇയാൾ കിം. തനിക്ക് ഇഷ്ടമില്ലാത്തവരെ മുതലക്കുളത്തിലേക്ക് തള്ളിവിടുകയാണ് ഇയാളുടെ ഹോബി. ഇനി ആരെങ്കിലും ഉത്തര കൊറിയൻ സുപ്രീം ലീഡറിനെ, അതായത് കിമ്മണ്ണനെ കൊല്ലാൻ ശ്രമിച്ചാൽ അതിലും ബലിയാടാകുക കഷ്ടകാലത്തിന് അയാളുടെ രൂപസാദൃശ്യമുള്ള ആളാണ്, അല്ലെങ്കിൽ ആ രൂപസാദൃശ്യത്തിൽ വന്നുപോയ ആളാണ്. എന്തായാലും ഏകാധിപതികളൊക്കെ നശിച്ച ചരിത്രമാണ് നമ്മുടെ ചരിത്രത്തിനുള്ളത്. ആ ചരിത്രം എന്തായാലും മാറില്ല എന്നുള്ള ഉറപ്പാണ്. ഏകാധിപതികളും അതുപോലെ രാജാവും ഒക്കെ നശിച്ചു പോകും, അതിൽ യാതൊരു വക സംശയവുമില്ല. ഇനി അങ്ങോട്ട് ഉത്തര കൊറിയയും സ്വാതന്ത്ര്യത്തിന്റെ നാളുകൾ നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഉത്തര കൊറിയൻ സ്വാതന്ത്ര്യത്തിനായി. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.